അവന്തിക, ബെല്ലടിച്ചു. കുട്ടി പുറത്തേക്ക് പോകുന്നില്ലേ? ഇല്ല ടീച്ചർ, ഞാൻ ഈ കഥ വായിച്ച് തീർക്കട്ടെ. അമ്മേ, കുറുക്കനോ? അയ്യോ ടീച്ചറെ, ഒരു കുറുക്കൻ. പതുക്കെ പതുക്കെ, ഞാൻ ആരെയും ദ്രോഹിക്കാൻ വന്നതല്ല. പിന്നെ പിന്നെ നീ എന്തിനാ വന്നത്? അത് പറയാം. ഞാൻ അങ്ങോട്ട് വന്നോട്ടെ കുട്ടി. ഞാനൊരു പാവം കുഞ്ഞു കുറുക്കനാ. ഹേ, ഞാൻ ഈ കാണുന്നതും കേൾക്കുന്നതുമെല്ലാം സത്യമാണോ? ഒരു കുറുക്കൻ സംസാരിക്കുമോ? കുട്ടി കാണുന്നത് എല്ലാം സത്യമാ. നിങ്ങളെപ്പോലെ എനിക്കും സംസാരിക്കാൻ പറ്റും. കുറേ ദിവസമായി ഞാനിവിടെ ചുറ്റി നടക്കുന്നു. നിങ്ങളുടെ ക്ലാസ്സിൽ പഠിക്കാൻ എനിക്ക് എന്ത് ഇഷ്ടമാണെന്നറിയാമോ? കുട്ടി എന്നെ സഹായിക്കണം. അയ്യോ, ഞാനെങ്ങനെ നിന്നെ സഹായിക്കാനാ? കുട്ടികളെല്ലാവരും ബെല്ലടിച്ചാൽ ഇപ്പോൾ വരും. നിന്നെ കാണുമ്പോൾ എല്ലാവരും ഒച്ചയിട്ട് ഓടും. പ്ലീസ് എന്നെ ഒന്ന് സഹായിക്കൂ കൂട്ടുകാരെ. നിന്റെ കാവേരി ടീച്ചറിനോട് പറ. കാവേരി ടീച്ചർ എന്നെ എന്തായാലും ഇവിടെ ചേർക്കും. ഒന്ന് പറ കൂട്ടുകാരി. പാവം. നിന്റെ പറച്ചിൽ കേട്ടിട്ട് സങ്കടം വരുന്നു. എന്തായാലും ടീച്ചർ വരട്ടെ, ഞാൻ പറയാം. നീ ഈ ബെഞ്ചിൽ എൻ്റെ അടുത്ത് തന്നെ ഇരുന്നോട്ടോ. അങ്ങനെ കാവേരി ടീച്ചർ വന്നു. മറ്റു കുട്ടികളും വന്നു. ആദ്യം എല്ലാവരും പേടിച്ചു. പിന്നെ എല്ലാവർക്കും അത്ഭുതമായി കുഞ്ഞിക്കുറുക്കൻ്റെ സംസാരം കേട്ടിട്ട്. കാവേരി ടീച്ചറിന് കുഞ്ഞിക്കുറുക്കൻ്റെ കരുണാർദ്രമായ അഭ്യർത്ഥന കേട്ട് മനസ്സലിഞ്ഞു. ടീച്ചർ ഹെഡ് മിസ്ട്രസിനെ കണ്ടു കാര്യം പറഞ്ഞു. അവർ കുഞ്ഞിക്കുറുക്കൻ്റെ വായനയും എഴുത്തും പരിശോധിച്ചു. കുഞ്ഞിക്കുറുക്കൻ ഒരു തെറ്റുമില്ലാതെ വായിച്ചു. നന്നായി എഴുതി. എങ്കിലും കാവേരി ടീച്ചർ, കുഞ്ഞിക്കുറുക്കൻ ഒരു മൃഗമല്ലേ? ഏതെങ്കിലും റൂളുണ്ടോ മനുഷ്യർ പഠിക്കുന്ന സ്ഥാപനത്തിൽ മൃഗങ്ങൾക്കും പഠിക്കാമെന്ന്? ഹെഡ് മിസ്ട്രസ് AEOയോടും ഉന്നത അധികാരികളോടും ചോദിച്ചു. അങ്ങനെ കുഞ്ഞിക്കുറുക്കനെ സ്കൂളിൽ ചേർക്കാൻ AEOയും ഉയർന്ന മേലധികാരികളും സമ്മതം മൂളി. സ്നേഹനിധിയായ ഫോറസ്റ്റ് ഓഫീസറും കുഞ്ഞിക്കുറുക്കൻ്റെ നന്മയും കഴിവുകളും എല്ലാം ബോധ്യപ്പെടുത്തി. നീ ഇപ്പോൾ ഈ സ്കൂളിലെ കുട്ടിയാ. ഇന്ന് നിന്റെ പ്രവേശന ദിനമാണ്. നിന്നെ സ്വാഗതം ചെയ്യാൻ എല്ലാവരും റെഡിയാണ്. വാ കുഞ്ഞിക്കുറുക്ക. കൂട്ടുകാരി, ഈ സ്കൂളിൽ എത്ര നന്നായിട്ടാ പഠിപ്പിക്കുന്നത്. എന്തോരം കലാപരിപാടികളും കളിയും ഒക്കെയാണ്. കാവേരി ടീച്ചറിനെ ഒരുപാട് സഹായിക്കുന്നുണ്ട്. എന്താ കുഞ്ഞിക്കുറുക്ക, നിനക്കൊരു വിഷമം പോലെ? നീ എന്താ ആലോചിക്കുന്നത്? നാട്ടിലേക്ക് പോയിട്ട് കുറേ ദിവസമായി. അമ്മേനെ ഓർമ്മ വന്നു. അമ്മ അടുത്ത് വന്നതുപോലെ. ഹലോ, നമസ്കാരം ടീച്ചർ. ഞാൻ ഫോറസ്റ്റ് ഓഫീസർ അരുണായിരുന്നു. ഞാൻ വിളിച്ചതേ, നമ്മുടെ കുഞ്ഞിക്കുറുക്കൻ്റെ അമ്മ ഇന്ന് എന്നെ വന്ന് കണ്ടിരുന്നു. കുഞ്ഞിക്കുറുക്കൻ്റെ ബർത്ത്ഡേ ആണെന്നാണ് പറഞ്ഞത്. അവനിവിടെ കാട്ടിലില്ലാത്തതുകൊണ്ട് അവർക്ക് നല്ല സങ്കടമുണ്ട്. അതൊന്ന് ടീച്ചറിനെ അറിയിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചതാണ്. ആണോ? ഹാപ്പി ന്യൂസ് ആണല്ലോ. എന്നാൽ ഇന്ന് നമുക്ക് കുഞ്ഞിക്കുറുക്കൻ്റെ ബർത്ത്ഡേ ആഘോഷിച്ചിട്ട് തന്നെ കാര്യം. കുട്ടികളെ, നമുക്ക് കുഞ്ഞിക്കുറുക്കനെ
ബർത്ത്ഡേ വിഷ് ചെയ്യാം. ടീച്ചർമാരെ പഠിപ്പിക്കുന്നത് പാട്ടും ഡാൻസും ഒക്കെ കളിച്ചാടാ. നല്ല രസമാ കണ്ടിരിക്കാൻ. വാ നമുക്ക് പോയി കാണാം. ഓക്കെ ഓക്കെ, നമുക്കിപ്പോൾ ഫ്രീ പീരീഡ് ആണല്ലോ, എന്നാ വാ പോവാ. കുഞ്ഞുകുടുക്ക, നീ ഞങ്ങളെ കാട്ടിൽ കൊണ്ടുപോകാമോ? കാട്ടിലേക്ക് കൊണ്ടുപോകാം. ടീച്ചറുടെ സമ്മതം വാങ്ങണ്ടേ? എന്നിട്ട് ടീച്ചറും എല്ലാരെയും കൂട്ടിക്കൊണ്ടുപോകാം. അങ്ങനെ സ്കൂളിൽ നിന്നും കുഞ്ഞിക്കുറുക്കനും കൂട്ടുകാരും ടീച്ചർമാരും കൂടി കാട്ടിലേക്ക് ഉല്ലാസയാത്ര പോയി. ഏയ് എടാ, ഈ കാട്ടിലല്ലേ മായാമിയും ലുട്ടാപ്പയും കുട്ടൂസനും ഡാഗിനി അമ്മൂമ്മയും രാജുവും രാധയും ഒക്കെ ഉള്ളത്. ഞങ്ങൾക്ക് അവരെ ഒന്ന് കാണിച്ചു താടാ. ഏയ് വേണ്ട, ടീച്ചർമാരറിഞ്ഞ പ്രശ്നമാവും. വേണ്ട വേണ്ട, ആ കുട്ടൂസനും ഡാഗിനിയും രാജുവിനെയും രാധയും മാത്രമല്ല, നിങ്ങളെ കണ്ടോലും പിടിച്ചുകൊണ്ടുപോകും. ടാപ്പിന്റെ കാര്യം പറയണ്ടല്ലോ, എവിടെയും പ്രശ്നമുണ്ടാക്കുന്നവനാണ് അവൻ. കുണ്ടട്ടി കേറ്റിയ പിന്നെ ആലോചിക്കണ്ടല്ലോ. പ്ലീസ് എടാ, പ്ലീസ് കുഞ്ഞുകുടുക്ക, ഇത്ര വരെ വന്നതല്ലേ, നിന്നെ കൊണ്ട് പറ്റും. ഞങ്ങൾക്കൊന്ന് കാണിച്ചു താടാ. ശരി, ഞാനൊരു മന്ത്രം ചൊല്ലാം. എൻ്റെ വാലിൽ പിടിച്ചോളണം. വാലിന്ന് കൈവിട്ട കാഴ്ചകളൊക്കെ മായും. ശരി ശരി, നീ മന്ത്രം പറ, ഞങ്ങൾ വാലിൽ പിടിക്കാം. ഞാൻ പറയുന്ന പോലെ ഏറ്റു ചൊല്ലു. ഓം ഗ്രീം മായാവി, ഓം ഗ്രീം ലുട്ടാപ്പി, ഓം ഗ്രീം ഡാഗിനി, ഓം ഗ്രീം കുട്ടൂസ, ഓം ഗ്രീം രാധരാജു, ഓം ഗ്രീം ഓം ഗ്രീം. കൂട്ടുകാരെ പോലെയാണോടാ? നമ്മളെല്ലാവരെയും സന്തോഷിപ്പിക്കാൻ വേണ്ടിയായിരിക്കും അവരൊരുമിച്ച് ഡാൻസ് കളിച്ചത്. ആ, അതൊക്കെ പോട്ടെ, നമ്മുടെ സ്കൂളിൽ കലോത്സവം ആരംഭിക്കല്ലേ. നമ്മളെല്ലാവരും മത്സരിക്കുന്നുണ്ടല്ലോ. അതാ അനൗൺസ്മെന്റ് തുടങ്ങി. കലോത്സവത്തിന് നടന്ന മത്സരങ്ങളുടെ ഫലപ്രഖ്യാപനമാണ് അടുത്തത്. റിസൾട്ട് അനൗൺസ് ചെയ്യുകയാണ്. കഥാകഥനം ഫസ്റ്റ് കുഞ്ഞിക്കുറുക്കൻ, പ്രസംഗം മലയാളം ഫസ്റ്റ് കുഞ്ഞിക്കുറുക്കൻ, നാടോടി നൃത്തം ഫസ്റ്റ് ശ്രീലക്ഷ്മി ടി, മോണോ ആക്ട് ഫസ്റ്റ് അങ്കദ MD, ഭരതനാട്യം ഫസ്റ്റ് ആഷ്മി S രതീഷ്, ഇംഗ്ലീഷ് സ്റ്റോറി റൈറ്റിംഗ് ഫസ്റ്റ് കുഞ്ഞിക്കുറുക്കൻ, ഉപന്യാസം മലയാളം ഫസ്റ്റ് കുഞ്ഞിക്കുറുക്കൻ. എന്താണിത്? മിക്ക ഐറ്റങ്ങൾക്കും ഈ കുഞ്ഞിക്കുറുക്കനാണല്ലോ ഒന്നാം സമ്മാനം. മനുഷ്യക്കുട്ടികളൊക്കെ പുറകിലും. ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല. എങ്ങനെയെങ്കിലും ഇത് അവസാനിപ്പിച്ചേ പറ്റുള്ളൂ. അസൂയാലുക്കളായ ചില ആളുകൾ കുഞ്ഞിക്കുറുക്കനെ സ്കൂളിൽ നിന്ന് പുറത്താക്കാൻ തീരുമാനിച്ചു. മനുഷ്യക്കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനത്തിൽ ഒരു മൃഗം. നമ്മുടെ പിള്ളേരുടെ കാര്യത്തിൽ എന്തോ ഉറപ്പുള്ളത്? ഇത് എപ്പോഴെങ്കിലും ഉപദ്രവിക്കില്ലേ? ഞാനെന്തായാലും ഇതിനൊരു തീരുമാനമായില്ലെങ്കിൽ എൻ്റെ കൊച്ചിനെ ഞാനിവിടെ നിന്ന് മാറ്റും. നിവൃത്തിയില്ലാതെ സങ്കടത്തോടെ സ്കൂൾ അധികൃതർക്ക് നല്ലവനായ നമ്മുടെ സ്വന്തം കുഞ്ഞിക്കുറുക്കന് TC നൽകേണ്ടി വന്നു. നിറഞ്ഞ കണ്ണുകളോടെ ഹെഡ്മിസ്ട്രസ് അവന് TC നൽകി.
കുഞ്ഞിക്കുറുക്ക, നീ ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ്. മനുഷ്യരുടെ നിയമങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ഞങ്ങളെല്ലാം നിയമങ്ങൾ അനുസരിക്കേണ്ടവരാണ്. നിന്റെ കഴിവുകളും നന്മയും ഈ സ്കൂളിനൊരു മുതൽക്കൂട്ടായിരുന്നു. നീ പോയി വരൂ കുഞ്ഞിക്കുറുക്ക, നിനക്ക് നല്ലതേ വരൂ. അയ്യോ അയ്യോ, നിങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞിക്കുറുക്ക, നീ പോകല്ലേ, നീ പോകല്ലേ. സങ്കടപ്പെടേണ്ട കൂട്ടുകാരെ, ഇതാ എനിക്ക് കിട്ടിയ എല്ലാ സമ്മാനങ്ങളും നിങ്ങൾക്ക് തന്നെയാണ്. ഇത്രയും നാൾ എന്നെ നിങ്ങളൊരാളെ നിങ്ങൾ എന്നെ കൂട്ടിയില്ലേ. ഈ സ്കൂളിലോട്ട് എനിക്ക് ഒട്ടേറെ സ്നേഹം തന്ന കൂട്ടുകാരോടും ഞാൻ നന്ദി പറയുന്നു. ശരി, ഞാൻ പോകട്ടെ പ്രിയപ്പെട്ടവരെ. കുഞ്ഞിക്കുറുക്കൻ സമൂഹത്തിൽ അവഗണിക്കപ്പെടുന്നവരുടെ, പാർശ്വവൽക്കരിക്കപ്പെടുന്നവരുടെ പ്രതിനിധിയാണ്. അവരുടെ കഴിവുകളെ കാണാതെ പോകുന്ന സമൂഹത്തിൻ്റെ നീതിയില്ലാത്ത വ്യവസ്ഥിതിയോട് കറുത്ത തിരശീല കണ്ണുകളിൽ നിന്നഴിച്ച് നന്മയുടെ നറുവെളിച്ചത്തിലേക്ക് കണ്ണുകൾ തുറന്നു പിടിക്കാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് GUPA സമരാവധിയുടെ വാർഷികാഘോഷത്തിന് തിരശീല വീഴുന്നു.